വലിയ ഭാവയുടെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹവുമായി വിവിധ ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ടി വന്ന കാര്യം ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. കോട്ടയത്ത് ദേവലോകത്ത് വെച്ച് അദ്ദേഹത്തെ വിവിധ ഘട്ടങ്ങളിൽ കാണാനും പൊതുവെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കഴിഞ്ഞിരുന്നു. അതിലെല്ലാം അദ്ദേഹം മുൻതൂക്കം നൽകിയിരുന്നത് പൊതുവിൽ ഐക്യം വളർന്നു വരുന്നതിനായിരുന്നു. ഐക്യത്തിനു വേണ്ടി അദ്ദേഹം ഇടപെട്ടതും അദ്ദേഹം വെച്ച ചില നിർദ്ദേശങ്ങളുമെല്ലാം ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. വൈദിക ശ്രേഷ്ഠൻ എന്ന നിലക്ക് വലിയ ബാവ ഏറ്റവും ഉയർന്ന ആധ്യാത്മിക ആചാര്യനായി നിൽക്കുമ്പോൾ തന്നെ നാട്ടിൽ യോജിപ്പും പരസ്പര സ്നേഹവും ഐക്യവും പുലരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.